നിറഞ്ഞു നിന്ന ജീവിതമായിരുന്നു. പറഞ്ഞാലും തീരില്ല. ആദ്യമൊക്കെ കൊച്ചു ത്രേസ്യ പുണ്യവതിയോട് അസ്വസ്ഥതയും വെറുപ്പുമുള്ളവരുണ്ടായിരുന്നു. പിന്നീട് അവരെല്ലാം കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ സ്നേഹിതരായി മാറുന്ന അത്ഭുതമായിരുന്നു കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ജീവിത കഥയ്ക്ക് വിവരിക്കാനുള്ളത്. അത്ഭുതമൂറുന്ന ജീവിതം തന്നെയായിരുന്നു. ഏറെ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും ക്ഷയബാധയിലൂടെയും എല്ലാമായിരുന്നു വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി കടന്നുപോയത്. അവസാനം മരണക്കിടക്കയിൽ കിടക്കുകയാണ്. ആ കിടക്കുന്ന വേളയിൽ അമ്മ പറഞ്ഞു, ആഗ്നസ് അമ്മ, പൗളിൻ ചേച്ചി പറഞ്ഞു, എഴുത്, നിന്റെ ആത്മകഥയെന്ന് എഴുത്. കാരണം മനോഹരമായിട്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞു കൊടുക്കുമായിരുന്നു പഴയ കഥകളെല്ലാം ഓർത്ത്. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞു കൊടുത്തത്, നീ എഴുത്, ആത്മകഥ പോലെ നിന്റെ ഓർമ്മക്കുറിപ്പുകളെല്ലാം എഴുത്. മനോഹരമായി രചിച്ചു ദ സ്റ്റോറി ഓഫ് എ സോൾ. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയെ കുറിച്ച് ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, സെയിന്റ് ലൂക്ക് പ്രൊഡക്ഷൻസിൻ്റെതാണ്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്, an ordinary girl with an extraordinary soul. ഒരു സാധാരണ പെൺകുട്ടി എന്നാൽ ഒരു അസാധാരണമായ ആത്മാവോടുകൂടെ ഉള്ളയാണ്. ഒരാത്മാവ്, മനോഹരമായ സുന്ദരമായ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയായിരുന്നു ആ കൊച്ചു സുന്ദരി. അപ്പോൾ നമ്മൾ ഈ വിശുദ്ധയുടെ അവസാന ജീവിത കാലഘട്ടത്തിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി മരണക്കിടക്കയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞ ഏതാനും വാചകങ്ങളുണ്ട്. അതിലുണ്ട് ഈ വിശുദ്ധ എന്തായിരുന്നു പ്രതീക്ഷിച്ചത്, ഈ വിശുദ്ധ ആരായി തീരുമെന്ന് ഈ വിശുദ്ധയ്ക്ക് അറിയാമായിരുന്നു എന്നത്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് വായിച്ചു കേൾക്കാം. ഇപ്രകാരമാണ് വിശുദ്ധ പറഞ്ഞു വെക്കുന്നത്. മരണത്തെക്കുറിച്ചുള്ള വാചകങ്ങളാണ്. ഞാൻ മരിക്കുകയല്ല, എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വീഴുകയാണ്. ഞാൻ ആയുസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വർഗപ്രാപ്തിയെക്കുറിച്ച് വലിയ പ്രത്യാശ തന്നെ ഈ വിശുദ്ധയ്ക്ക് ഉണ്ടായിരുന്നു. മരണക്കിടക്കയിൽ തന്നെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന സന്യാസികളോടായി ഈ വിശുദ്ധ പറഞ്ഞു വെച്ചു, എൻ്റെ കുഞ്ഞു സഹോദരിമാരെ, നിങ്ങൾ ഒരു കൊച്ചു പുണ്യവതിയെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന് അറിഞ്ഞുകൊള്ളുവേൻ. എൻ്റെ ദൗത്യം ഇനിയും ആരംഭിക്കാൻ പോകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഞാൻ നല്ല ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ എല്ലാവരെയും കൊണ്ട് സ്നേഹിപ്പിക്കുന്നതിനും എൻ്റെ കുറുക്കു വഴി ആത്മാക്കളെ പഠിപ്പിക്കുന്നതിനുമുള്ള എൻ്റെ ദൗത്യം. നല്ല ദൈവം എൻ്റെ ആഗ്രഹങ്ങൾ അനുവദിക്കുന്ന പക്ഷം എൻ്റെ സ്വർഗീയ ജീവിതം ഞാൻ ലോകാവസാനം വരെയും ഭൂമിയിൽ ചിലവഴിക്കും. അതെ, സ്വർഗ ജീവിതം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട അമ്മേ, അങ്ങ് എന്നെ വരമേൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളിൽ എൻ്റെ രൂപം ചിത്രീകരിക്കാൻ യേശു തിരഞ്ഞെടുത്തിരിക്കുന്ന കൊച്ചു തൂലികയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ 9 മാസ കാലഘട്ടം ഈ വിശുദ്ധയ്ക്ക് വലിയ ആധ്യാത്മിക ശുഷ്കത അനുഭവപ്പെടുകയാണ്. കർത്താവുണ്ടോ, സ്വർഗമുണ്ടോ, ഞാൻ നരകത്തിൽ പോകുമോ, വലിയ വേദനകൾ, ഡിവൈൻ എക്ലിപ്സ് എന്നൊക്കെ പറയാം. സൂര്യഗ്രഹണം പോലെ കർത്താവ് മാറി നിൽക്കുന്ന ഒരവസ്ഥ. 9 മാസ കാലഘട്ടം വൂർഷയായിരുന്നു എന്നാണ് നമ്മൾ നേരത്തെ കിട്ടുന്നത്. അല്ല, എല്ലാവിധത്തിലുമുള്ള ത്യാഗങ്ങൾ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഈ വിശുദ്ധ അനുഭവിച്ചിട്ട് തന്നെയാണ് സ്വർഗത്തിലേക്ക് കടന്നു ചെന്നത്. അവസാന നിമിഷം വരെയും ഈ ആധ്യാത്മിക ശുഷ്കത തുടർന്നു എന്നാണ് പറയപ്പെടുക. 1897 സെപ്റ്റംബർ മാസം 30 ദീർഘനാളായി ഉണ്ടായിരുന്ന രോഗം മൂർച്ഛിക്കുകയും വൈകുന്നേരം 7:20 മരിക്കുകയും ചെയ്തു. 1925 മെയ് മാസം 17 വിശുദ്ധ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. 1927 ഡിസംബർ മാസം 14 അഖില ലോക മിഷൻ മധ്യസ്ഥയായി വിശുദ്ധ ഉയർത്തപ്പെടുകയാണ്. 1944 മെയ് മാസം 3 ഫ്രാൻസിന്റെ സഹമധ്യസ്ഥയാക്കപ്പെട്ടു. 1997 ഒക്ടോബർ മാസം 17 വിശുദ്ധ നാമകരണം ചെയ്യപ്പെടുകയാണ്. വേദപാരഗതിയായി ജോൺ പോൾ 2 മാർപ്പാപ്പയായി. ഇപ്പോൾ വലിയ ഒരു വിശുദ്ധ ജീവിതത്തിന്റെ നാൾ വഴികളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്ത് ഈ വിശുദ്ധ ഭൂമിയിൽ ചെറിയ ഹ്രസ്വ ജീവിതം 25 വർഷം കൊണ്ട് ജീവിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. അത്ര മനോഹരമായിരുന്നു. 9 വർഷക്കാലം കർമ്മല മഠത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലായിരുന്നു. വിശുദ്ധ ക്ലാര പുണ്യവതി എഴുതിയ കത്തിലെ ഒരു കൊച്ചു വരിയുണ്ട്. അത് ഇപ്രകാരമാണ്: നീ പ്രഭാതത്തിൽ ഉണരുമ്പോൾ നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കി ആ ദിവസത്തിനായി ഒരുങ്ങണം. ആ കണ്ണാടി മുറിവേറ്റ ഈശോയുടെ തിരുമുഖമാകണം. ഇതാണ്
ഓരോ വിശുദ്ധനെയും വിശുദ്ധയെയും മുന്നോട്ട് നയിച്ചത്. എല്ലാ ദിവസവും ഉണരുമ്പോൾ കർത്താവിൻ്റെ മുഖം കണ്ടുള്ള ആരംഭം. ഈ വിശുദ്ധയെയും വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതിയെയും അവസാനം വരെയും ആ സ്നേഹത്തിൽ, ആ ലഹരിയിൽ, ദൈവസ്നേഹത്തിൽ കൊണ്ടുചെന്ന് നിർത്തിയത് ഈ തിരുമുഖത്തോടുള്ള, ഈശോയോടുള്ള അഗാധമായ സ്നേഹം തന്നെയായിരുന്നു. ഈ വിശുദ്ധ ഇന്ന് നിറഞ്ഞ് പ്രശോഭിക്കുന്നുണ്ടെങ്കിൽ കർത്താവിലേക്ക് മാത്രം നോക്കിയത് കൊണ്ടാണ്. 3 കാര്യങ്ങൾ പറഞ്ഞച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ആദ്യത്തേത് കളിപ്പന്തിൻ്റെ ഉപമ. ഞാനൊരു കൊച്ചു കളിപ്പന്ത് പോലെയാണ്. ഈശോയാണ് കളിക്കാരൻ. ഈ കൊച്ചു പന്തിനെ ഈശോ ചിലപ്പോൾ എറിഞ്ഞു കളയും, തട്ടിത്തെറിപ്പിക്കും, ചവിട്ടി പറപ്പിക്കും, കുത്തിപ്പൊട്ടിക്കും. പക്ഷെ അവസാനം എടുത്ത് മാറോടണയ്ക്കും. 2, പർവ്വതത്തിൻ്റെയും മണൽത്തരിയുടെ ഉപമ. ഞാൻ ഒരു മണൽത്തരിയെ പോലെയാണ്. വലിയ വിശുദ്ധർ പർവ്വതങ്ങളെ പോലെ. എങ്ങനെ ഞാൻ അവരെ പോലെയാകും? ലിറ്റ് കണ്ടുപിടിച്ച്